പെട്രോൾ പമ്പിലെ കുടിശ്ശിക നൽകിയില്ല. കുന്നംകുളം നഗരസഭയിൽ ദൈനംദിന പ്രവർത്തികൾക്ക് ഇന്ധനം ലഭ്യമാകുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പെട്രോൾ പമ്പിലെ കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് നഗരസഭയിലെ വാഹനങ്ങളിലും പുല്ലുവെട്ടുന്ന മെഷീനുകളിലും ഉപയോഗിക്കുന്നതിനായി പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം ലഭ്യമാകുന്നില്ലെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഇന്ധനം ലഭിക്കാത്തതിനാൽ നഗരസഭയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. ദൈനംദിന ജോലികൾക്കായി പെട്രോൾ വാങ്ങാൻ രാവിലെ പമ്പിലെത്തിയ ജീവനക്കാരോട് കുടിശ്ശിക തീർക്കാതെ ഇന്ധനം നൽകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് പമ്പുടമ മടക്കി അയക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് അംഗം ബിജു സി ബേബി പറഞ്ഞു. പെട്രോൾ പമ്പിൽ 4 ലക്ഷം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ നഗരസഭ കൊടുക്കാനുള്ളതെന്നും പെട്രോൾ അടിക്കാൻ കാശില്ലാത്ത നഗരസഭയിൽ ഭരണം എങ്ങനെ മുന്നോട്ടു പോകുമെന്നും ബിജു സി ബേബി ചോദിച്ചു. 4 ലക്ഷം രൂപയാണ് നഗരസഭ പെട്രോൾ പമ്പിൽ കൊടുക്കാനുള്ളത്. ഈ പൈസ കൊടുക്കാൻ ഇന്ന് നഗരസഭയ്ക്ക് കഴിയുന്നില്ല. ഒരു പുല്ല് വെട്ടുന്നതിന് അല്ലെങ്കിൽ നഗരസഭയുടെ വണ്ടി ഓടുന്നതിന് പെട്രോൾ അടിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത ഒരു നാണം കെട്ട ഒരു ഭരണമാണ് ഇന്ന് നഗരസഭയിൽ നടക്കുന്നത്. ഇതിനെതിരെ നഗരസഭയിൽ പുല്ല് വെട്ടുന്നത് അതുപോലെയുള്ള പ്രവർത്തികളെല്ലാം നിലച്ചിരിക്കുകയാണ്. അടിയന്തരമായി ചെയർമാൻ ഇടപെട്ട് അതിന് പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ഇതുപോലൊരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നും കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ, മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ് കുന്നംകുളം.